ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ബോണ്ടിങ് ഇൻ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. In last class we discussed about MO diagrams of different diatomic molecule അല്ലേ. ഹൈഡ്രജനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് H2 മുതൽ നമ്മൾ O2 വരെയുള്ള ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ MO ഡയഗ്രാംസ് എമോ കോൺഫിഗറേഷൻ എഴുതി, അതിനുശേഷം അതിൻ്റെ ഡയഗ്രാംസ് കൺസ്ട്രക്റ്റ് ചെയ്തു, അതിനുശേഷം ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി പ്രെഡിക്റ്റ് ചെയ്തു അല്ലേ. അതിൽ F2-ൻ്റെത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്. പക്ഷേ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. MO ഡയഗ്രാംസ്, MO കോൺഫിഗറേഷൻ എഴുതാനുള്ളത് ക്ലിയർ ആയാൽ മാത്രമേ MO ഡയഗ്രാംസ് കറക്റ്റായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനും അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ MO ഡയഗ്രാം, MO കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ആ ഒരു എനർജിയുടെ ഓർഡർ. 14-നും അതുപോലെ 14-ൽ കുറവാണെങ്കിൽ നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 14-ൽ കൂടുതലാണെങ്കിൽ, ഇലക്ട്രോൺസിൻ്റെ എണ്ണം 14-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓർഡർ പഠിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു ഓർഡർ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഡീജനറേറ്റ് ഓർബിറ്റലാവുമ്പം, അതായത് എനർജി സെയിം ആയിട്ടുള്ള, ഇപ്പോൾ π2px പൈ 2py അതിന് സെയിം എനർജിയാണ്. അതുപോലെ π*2px = π*2py. അപ്പം അങ്ങനെ ഡീജനറേറ്റ് ലെവൽ വരുന്ന സമയത്ത് സിംഗിളായിട്ട് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് അത് പെയർ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ π2px-ൽ രണ്ടെണ്ണം അങ്ങോട്ട് ആദ്യം കൊടുക്കരുത്. π2py-ലും π2px-ലും ഓരോന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൽ പെയർ ചെയ്യേണ്ടത്. അപ്പം ഡീജനറേറ്റ് ഓർബിറ്റൽസ് വരുമ്പം ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ MO ഡയഗ്രാംസ് കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. അറ്റോമിക് ഓർബിറ്റൽസ് രണ്ട് സൈഡിലായിട്ട് എഴുതിയിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് വരയ്ക്കുക. അതിൻ്റെ ആ ഒരു എനർജിയുടെ ഓർഡറിനനുസരിച്ച് വരച്ച് പഠിക്കുക. അതെന്താ വെച്ചാൽ MO ഡയഗ്രാംസ് നമ്മൾ വരച്ച് പഠിച്ചാൽ മാത്രമേ എക്സാമിന് വരുമ്പോൾ അത് വരയ്ക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ എക്സാമിന് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ പഠിച്ചിട്ടുള്ള എല്ലാതും നോട്ടിലേക്ക് വരച്ച് നിങ്ങൾ പഠിക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഡയറ്റോമിക് മോളിക്യൂൾസിൽ എല്ലാം സെയിം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു അല്ലേ. ഇപ്പോൾ H2, He2, Be2, B2, C2, O2 അങ്ങനെ സെയിം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ MO ഡയഗ്രാംസ് ആണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്യൂൾസിൻ്റെ MO ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. First one is CO molecule. CO molecule is formed by combining atomic orbitals of carbon and oxygen. The corresponding atomic orbitals of carbon നമുക്കറിയാം, its atomic number is 6 and electronic configuration is 1s2, 2s2, 2p2. Then oxygen atomic number is 8 and its electronic configuration is 1s2, 2s2, 2p4. ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ്, കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഈ അറ്റോമിക് ഓർബിറ്റൽസിന് ഏകദേശം കമ്പയറബിൾ എനർജീസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യണമെങ്കിൽ കമ്പയറബിൾ എനർജി ആവണം അല്ലേ. അപ്പോൾ കമ്പയറബിൾ എനർജി ആണ്, പക്ഷേ ദേ ആർ നോട്ട് പെർഫെക്റ്റ്ലി മാച്ചിങ്. അത്ര പെർഫെക്റ്റ് ആയിട്ട് മാച്ചിങ് ഒന്നുമല്ല, കാരണം അത്രയ്ക്കും സിമിലർ ആയിട്ടുള്ള ഒരു എനർജി ഒന്നും അല്ല കാർബണിൻ്റെയും ഓക്സിജൻ്റെയും. ദി ഓക്സിജൻ ഓർബിറ്റൽസ് ആർ സീൻ ടു ബി സ്ലൈറ്റ്ലി ലോവർ എനർജീസ് ദാറ്റ് ദി കറസ്പോണ്ടിങ് കാർബൺ ഓർബിറ്റൽ. കാർബണിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിനെ അപേക്ഷിച്ച് ഓക്സിജൻ്റെ ഓർബിറ്റൽസിന് കുറച്ച് എനർജി കുറവാണ്. അപ്പം എന്താണ്, ഏകദേശം ഒരു കമ്പയറബിൾ എനർജി ആണെങ്കിൽ പോലും ഓക്സിജന് കുറച്ച് ലോവർ എനർജിയാണ്. അപ്പം അത്രത്തോളം മാച്ചിങ് ഒന്നുമല്ല. So the oxygen orbital will contribute more to the bonding orbital than the carbon orbital. അപ്പോൾ എപ്പോഴും ബോണ്ടിങ് ഓർബിറ്റലിന് എനർജി കുറവാണല്ലോ. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ ഓർബിറ്റലിനാണ് എനർജി കുറവ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓക്സിജൻ്റെ ഓർബിറ്റൽസ് ആണ് ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. കാർബണിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്കാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് സാധാരണ പോലെ MO കോൺഫിഗറേഷൻ എഴുതാനും ഡയഗ്രാം വരയ്ക്കാനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എനർജീൻ്റെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാർബണിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജിയേക്കാളും ലോവർ എനർജിയാണ് ഓക്സിജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിന്. അപ്പോൾ ഇത് നമുക്ക് MO ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു പോയിന്റ്.
അപ്പോൾ ഇവിടെ കാർബൺ ആറ്റത്തിന് 1s2 2s2 2p2 അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ് ആണ്. ഓക്സിജൻ്റെ 1s2 2s2 2p4 ടോട്ടൽ 8 ഇലക്ട്രോൺസ്. അപ്പോൾ സിഒക്ക് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 + 8 6 + 8 14 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. 14 ഇലക്ട്രോൺസ് വരുന്ന ഒരു സ്പീഷീസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാണ്? N2 അല്ലേ. N2ന് 14 ഇലക്ട്രോൺസ് ആയിരുന്നു. അപ്പോൾ N2ൻ്റെ സെയിം ആയിട്ടുള്ള കോൺഫിഗറേഷനും എംഒ ഡയഗ്രം ആയിരിക്കും എവിടെ വരിക? ഈ സിഒക്കും വരിക അല്ലേ. ആ ഒരു കോൺഫിഗറേഷൻ തന്നെയായിരിക്കും. അപ്പോൾ 14 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് 14 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ സിഗ്മ 2pz π2pxും π2pyയും കഴിഞ്ഞിട്ടാണ് സിഗ്മ 2pz വരുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 1s2 sigma star 1s2 sigma 2s2 sigma star 2s2 then π2px2 π2py2 sigma 2pz2 14 അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എംഒ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനനുസരിച്ച് എംഒ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഈ എംഒ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ O2 N2 C2 അതിലൊക്കെ അറ്റോമിക് ഓർബിറ്റൽസ് വരച്ച സമയത്ത് ആ 2 അറ്റോമിക് ഓർബിറ്റലും സെയിം ലെവലിലായിരുന്നു വരച്ചത്. കാരണം എന്താ? സെയിം എനർജിയാണ്. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞു ദി എനർജി ഓഫ് ദി അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കാർബൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ അല്ലേ. ഓക്സിജൻ്റെ അറ്റോമിക് ഓർബിറ്റലിൻ്റെ എനർജി കുറച്ച് ലോവറാണ് കാർബണിനെക്കാളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ എനർജി ആണല്ലോ ഈ ഒരു ആക്സിസിൽ വരുന്നത്. അപ്പം കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റലിനെക്കാളും താഴെയായിട്ടായിരിക്കണം നമ്മൾ ഓക്സിജൻ്റെ ഓരോ അറ്റോമിക് ഓർബിറ്റലും വരയ്ക്കുന്നത്. അപ്പോൾ അത് കാർബണിൻ്റെ 1s അറ്റോമിക് ഓർബിറ്റലാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് താഴേക്കായിട്ടാണ് ഓക്സിജൻ്റെ 1s ഓർബിറ്റൽ വരച്ചിട്ടുള്ളത്. ദെൻ കാർബണിൻ്റെ 2s ഓർബിറ്റൽ അതിൻ്റെ കുറച്ച് താഴേക്കായിട്ടാണ് ഓക്സിജൻ്റെ 2s വരച്ചിട്ടുള്ളത്. കാരണം എന്താ? ഓക്സിജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിനൊക്കെ എനർജി കുറച്ച് കുറവാണ്. അതുപോലെ 2p ഓർബിറ്റൽ കാർബണിൻ്റെ, ഇത് ഓക്സിജൻ്റെ 2p ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ ഈ എംഒ ഡയഗ്രാം വരയ്ക്കുമ്പം ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാർബണിൻ്റെത് മുകളിലേക്കായിട്ടും ഓക്സിജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് താഴേക്കായിട്ടും വരയ്ക്കണം. ദെൻ ഇനി സിമിലർ ആയിട്ട് തന്നെ കാർബണിൻ്റെ 1sഉം 1sഉം കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ മോളിക്കുലർ ഓർബിറ്റലാണ് ഫോം ചെയ്യുക? സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം. ദെൻ സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം. ഇനി ഇവിടെ സിഗ്മ 2pz അല്ല, ഏതാ വരുന്നത്? π2pxും π2pyയും. അപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് π2pxും π2pyയും വരച്ചു. അതിന് മുകളിലായിട്ട് സിഗ്മ 2pz, ദെൻ π സ്റ്റാർ 2px π സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. ഇനി ഇലക്ട്രോൺസ് നമ്മൾ കൊടുക്കുക ഈ ഒരു കോൺഫിഗറേഷൻ വെച്ച്. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 π2px2 π2py2 സിഗ്മ 2pz2 അല്ലേ. എല്ലാം പെയർഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ബോണ്ട് ഓർഡർ എന്താണ്? ½ × NB - NA ആണ്. അപ്പോൾ ബോണ്ടിങ് ഓർബിറ്റൽസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 4 6 8 10 10 ഇലക്ട്രോൺസ് ആണുള്ളത്. 10 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിലോ സിഗ്മ 1 സ്റ്റാറിൽ 2 ഇലക്ട്രോൺസ്, സിഗ്മ സ്റ്റാർ 2sൽ 2, അപ്പോൾ ടോട്ടൽ 4. അപ്പോൾ 10 - 4 6 ½ × 6 3. അപ്പോൾ 3 ആണ് ബോണ്ട് ഓർഡർ വരുന്നത്. അതായത് സിഒൻ്റെ 2 കാർബണിൻ്റെയും ഓക്സിജൻ്റെ ഇടയിൽ ഏത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത്. പിന്നെ ഇതിലെല്ലാം എന്താണ്? പെയേർഡ് ആയതുകൊണ്ട് തന്നെ ഓർബിറ്റൽസ് എല്ലാം പെയേർഡ് ആണ്. അപ്പോൾ അത് എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് നേച്ചറാണ്. ഇതാണ് CO മോളിക്കുള്ളത്. അപ്പോൾ സെയിം ആണ്. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബണിൻ്റെ ഓക്സിജൻ്റെ അറ്റോമിക് ഓർബിറ്റിൽ വരയ്ക്കുമ്പോൾ ഒരിക്കലും സെയിം ലെവലിൽ വരയ്ക്കരുത്. O2 F2 N2 അതിനൊക്കെ നമ്മൾ സെയിം ലെവലിലാണ് വരച്ചത്. കാരണം സെയിം ആറ്റംസ് ആകുമ്പോൾ സെയിം എനർജി ആയിരിക്കും. ഇവിടെ ഡിഫറെൻറ്റ് ആറ്റംസ് ആയതുകൊണ്ട് ഓക്സിജൻ എന്താണ്? ലോവർ എനർജിയിലാണ് വരയ്ക്കുന്നത്. ഈ നെക്സ്റ്റ് മോളിക്കുള് NO മോളിക്കുള്. നൈട്രജൻ ആറ്റം ആൻഡ് ഓക്സിജൻ ആറ്റം കമ്പൈൻ ടു ഫോം NO മോളിക്കുൾ. The corresponding atomic orbital of nitrogen 1s2 2s2 2p3. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p3. ആൻഡ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? S8 ആണ്. 1s2 2s2 2p4 ആണ് കോൺഫിഗറേഷൻ. ദാറ്റ് കമ്പൈൻ ആർ കമ്പയറബിൾ എനർജീസ് ആണ്, പക്ഷേ നോട്ട് പെർഫെക്റ്റ്ലി മാച്ചിങ്. സിയോൻ്റെ പോലെ തന്നെ നോട്ട് പെർഫെക്റ്റ്ലി മാച്ചിങ്. കാരണം എന്താ? ദ ഓക്സിജൻ ഓർബിറ്റൽസ് ആർ സീൻ ടു ബി ഓഫ് സ്ലൈറ്റ്ലി ലോവർ എനർജീസ് ദാൻ ദാറ്റ് കറസ്പോണ്ടിങ് ടു നൈട്രജൻ ഓർബിറ്റൽ. സോ ദി ഓക്സിജൻ ഓർബിറ്റൽ വിൽ കോൺട്രിബ്യൂട്ട് മോർ ടു ദി ബോണ്ടിങ് ഓർബിറ്റൽ ദാൻ ദി നൈട്രജൻ ഓർബിറ്റൽ.
while the nitrogen orbital will contribute more to the anti-bonding orbital. അപ്പോൾ ഓക്സിജൻ്റെ ഓർബിറ്റൽസിന് എനർജി കുറവാണ്, അതുകൊണ്ട് അത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. നൈട്രജൻ്റെ എനർജി കൂടുതലാണ്, അതുകൊണ്ട് അത് ആൻറ്റി ബോണ്ടിങ്ങിലേക്കാണ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇനി നൈട്രജൻ ആറ്റംസിൻ്റെ 7 ഇലക്ട്രോൺസും ഓക്സിജൻ ആറ്റത്തിൻ്റെ 8 ഇലക്ട്രോൺസും. അപ്പോൾ ടോട്ടൽ എത്രയായി? 15 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ NOക്ക് 15 ഇലക്ട്രോൺ ആണുള്ളത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 14 അല്ലേ? 14നേക്കാളും കൂടുതലായതുകൊണ്ട് ഓർഡർ എങ്ങനെയാണ്? സിഗ്മ 2p z ആണ് ആദ്യം വരിക, അത് കഴിഞ്ഞാണ് പൈ 2pxും പൈ 2pyയും വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 15 ഇലക്ട്രോൺസ് ആണുള്ളത്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2. അപ്പോൾ എത്രയായി? 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10 ആയി. ഇനി 5 ഇലക്ട്രോൺസ് ആണുള്ളത്. 10 ആയോ? 8 ആയിട്ടേ ഉള്ളൂ അല്ലേ? 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10 ആയി. ഇനി നമുക്ക് 15 ഇലക്ട്രോൺസ് അല്ലേ ടോട്ടൽ. അപ്പോൾ ഇവിടെ സിഗ്മ 2pz കഴിഞ്ഞാൽ പൈ 2pxും പൈ 2pyയും ആണുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് 5 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ടിലും 2 ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യാം. പൈ 2px2 പൈ 2py2. ദെൻ നമുക്ക് 1 ഇലക്ട്രോണേ ഉള്ളൂ. ഇനി വരുന്നതും ഒരു ഡീജനറേറ്റ് ഓർബിറ്റൽ സെറ്റാണ്. പൈ 2px പൈ 2py, പൈ സ്റ്റാർ ആണ് കേട്ടോ, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് രണ്ടിലും ഡീജനറേറ്റ് സെറ്റ് ആണെങ്കിൽ രണ്ടിലും കൊടുക്കാനുള്ളതില്ല. അപ്പോൾ നമുക്ക് ഒന്ന് തന്നെ ഈ ഒരു പൈ സ്റ്റാർ 2pxൽ ഒരു ഇലക്ട്രോൺ കൊടുക്കാം. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ഒരു തെറ്റ് തിരുത്തണം. ഇവിടെ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py ആണ് കേട്ടോ, ആൻറ്റി ബോണ്ടിങ് ആണ്. ഇനി MO ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അറ്റോമിക് ഓർബിറ്റൽസിൽ നൈട്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിന് എനർജി കൂടുതലാണ്, ഓക്സിജൻ്റെ എനർജി കുറവാണ്. അപ്പം നൈട്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് നമ്മളിവിടെ വരച്ചു 1s, അതിനേക്കാൾ എനർജി കുറവിൽ ഓക്സിജൻ്റെത് വരച്ചു 1s, ദെൻ നൈട്രജൻ്റെ 2s, ഓക്സിജൻ്റെ 2s, നൈട്രജൻ്റെ 2p, ഓക്സിജൻ്റെ 2p. ദെൻ ഇലക്ട്രോൺസ് എല്ലാം ഫില്ല് ചെയ്യുക. അറ്റോമിക് ഓർബിറ്റൽസിൽ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. 1s2, 2s2, 2p3. ഇവിടെയാണെങ്കിൽ 1s2, 2s2, 2p4. ഇനി മോളിക്കുലർ ഓർബിറ്റൽസ് വരയ്ക്കുക. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. 15നേക്കാളും കൂടുതലായതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഏതാണ്? സിഗ്മ 2pz ആണ്. പിന്നെ പൈ 2px, പൈ 2py, പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇനി ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2 ഈ ഒരു കോൺഫിഗറേഷൻ വെച്ച് നമ്മൾ ഇലക്ട്രോൺസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പൈ സ്റ്റാർ 2pxൽ 1 വരും, അവിടെയാണ് അവസാനിക്കുന്നത് അല്ലേ. പിന്നെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ എത്ര എണ്ണാണുള്ളത്? 2. സിഗ്മ 2s 2, അപ്പോൾ 4, 4ഉം 2ഉം 6, 6ഉം 2, 8ഉം 2, 10. പിന്നെ ആൻറ്റി ബോണ്ടിങ്ങിലുള്ളത് 2, 2ഉം 4, പിന്നെ ഇവിടെ ഒന്നുണ്ട് 5. അപ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ എന്ത് വരും? ½ × NB - NA = ½ × 10 - 5 which is equal to 2.5. Since bond order is positive, the molecule is stable as there is one unpaired electron. അല്ലേ, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് പൈ സ്റ്റാർ 2pxൽ. അപ്പോൾ ഇതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് NOൻ്റെത്. പാരാമാഗ്നറ്റിക് ആണ്. ബോണ്ട് ഓർഡർ 2.5 ആണ്. അപ്പോൾ ഈ 2 മോളിക്യൂൾസിൻ്റെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കാർബൺ മോണോക്സൈഡും അതുപോലെ നൈട്രജൻ്റെ ഓക്സൈഡും NOയും COയുടെയും MO ഡയഗ്രം വരയ്ക്കാൻ പഠിക്കാം. Then next is application of MOT in comparing stability, bond length and magnetic properties of diatomic molecule and molecular ions. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഒരു MO കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന് MO ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. അതിന് ബോണ്ട് ഓർഡർ കിട്ടും. ബോണ്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റെബിലിറ്റി അല്ലേ, സ്റ്റെബിലിറ്റി കിട്ടും. അതുപോലെ ബോണ്ട് ലെങ്ത്ത് ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു MOTന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തത് മുഴുവൻ മോളിക്യൂൾസ് ആയിരുന്നു. അതായത് O2, H2, F2, CO, NO ഇതൊക്കെ മോളിക്യൂൾസ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് മോളിക്കുലാർ അയോൺസിൻ്റെയും MO കോൺഫിഗറേഷൻ എഴുതുകയും MO ഡയഗ്രാം വരയ്ക്കാനും പറ്റും. അതായത് ഇപ്പം O2+, O2-, O2 2- അങ്ങനെയുള്ള അയോൺസിൻ്റെയും MO കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. അപ്പം മോളിക്കുലാർ അയോൺസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെയും അതുപോലെ ഡയറ്റോമിക് മോളിക്കുലാർ അയോൺസിൻ്റെയും
MO കോൺഫിഗറേഷൻ എഴുതാനും അതുവഴി അവരുടെ സ്റ്റെബിലിറ്റി, ബോണ്ട് ലെങ്ത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇത് കമ്പയർ ചെയ്യാൻ നമുക്ക് MO തിയറി യൂസ് ചെയ്യാൻ പറ്റും. MO theory is very helpful in comparing the stability, bond length and magnetic properties of diatomic molecule and related molecular ions. A comparison of the stability and bond length become possible from a comparison of their MO configuration. അല്ലേ, MO configuration കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് സ്റ്റെബിലിറ്റിയും അതേപോലെ ബോണ്ട് ലെങ്ത്തും കമ്പയർ ചെയ്യും, അതിനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. Then a comparison of magnetic property become possible by inspecting the number of unpaired electron that they contain. Unpaired electron ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യാൻ പറ്റും. അത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് മോളിക്കുലാർ അയോൺസിൻ്റെ MO കോൺഫിഗറേഷൻ എഴുതി അതിൻ്റെ ബോണ്ട് ലെങ്ത് അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ O2 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. O2 അതുപോലെ O2 പ്ലസ്, O2 2+, O2 മൈനസ്, O2 2-, ഇത്രയും മോളിക്കുലാർ അയോൺസിൻ്റെ MO കോൺഫിഗറേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ O2ൻ്റെ നമുക്ക് ഓൾറെഡി അറിയാം, 2 ഓക്സിജൻ ആറ്റം ആകുമ്പോൾ 8 + 8 16 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ മോർ ദാൻ 14 ആയതുകൊണ്ട് ഏതാണ് ആദ്യം വരിക? സിഗ്മ 2pz ആദ്യം വരും, എന്നിട്ടാണ് π2px π2py വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ 16 ആണ്. അപ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, π2px2, π2py2. ദെൻ ഇപ്പോൾ 14 ആയി. പിന്നെ 2 ഇലക്ട്രോൺസ് അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ π സ്റ്റാർ 2px1, π സ്റ്റാർ 2py1. ഇനി ഇതിൽ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ബോണ്ടിങ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 2 4, 4 + 2 6, 6 + 2 8, 8, 8 + 2 10, 12 അല്ല സോറി സിഗ്മ 1s2 അപ്പോൾ 2 ഇലക്ട്രോൺ, സിഗ്മ 2s2ൽ 2 ഇലക്ട്രോൺ അപ്പോൾ 4, ദെൻ സിഗ്മ 2pz2 അപ്പോൾ 6, പിന്നെ π2px2 π2py2 അപ്പോൾ ടോട്ടൽ 10 ആയി. അപ്പോൾ 10, പിന്നെ ആൻറ്റി ബോണ്ടിങ്ങിൽ 2 + 2 4, 4 + 2 6 അപ്പോൾ 10 - 6 ½ × 4 which is equal to 2. അപ്പോൾ 2 ആണ് ബോണ്ട് ഓർഡർ വരുന്നത്. ഇതിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് 2 എണ്ണമാണ് അല്ലേ, π സ്റ്റാർ 2pxൽ π സ്റ്റാർ 2pyൽ. അപ്പോൾ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് ഇത് പാരാമാഗ്നറ്റിക് ആണ്. ഇനി O2+ ആണെങ്കിൽ, O2+ ആണെങ്കിൽ എങ്ങനെയാണ്? O2+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എപ്പോഴാണ് കിട്ടുക? ഒരു ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ്. അപ്പോൾ 16 ഇലക്ട്രോൺ ഉണ്ടായിരുന്നതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 15 ഇലക്ട്രോൺസ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 15 വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? O2ൻ്റെ കോൺഫിഗറേഷനിൽ π സ്റ്റാർ 2py1ലുള്ള ഒരു ഇലക്ട്രോൺ കണ്ടു കളഞ്ഞാൽ മതി. അപ്പോൾ അത് π സ്റ്റാർ 2py0 ആയി. ഇനി ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെ ആൻറ്റി ബോണ്ടിങ്ങിലുള്ള ഒരു ഇലക്ട്രോൺ അല്ലേ കുറഞ്ഞത്. അപ്പോൾ ½ × ബോണ്ടിങ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ 10 തന്നെയാണ്, മൈനസ് ഇവിടെ 6 ആയിരുന്നു, കാരണം ഇവിടെ π സ്റ്റാർ 2py1 കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 1 കുറച്ച് കഴിഞ്ഞാൽ 10 - 5 2.5 ആണ് ബോണ്ട് ഓർഡർ കിട്ടുന്നത്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 1 ആയിട്ട് മാറി അല്ലേ, കാരണം ഇതിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ. അപ്പോൾ 1 അൺപെയ്ഡ് ഇലക്ട്രോൺ, അപ്പോൾ പാരാമാഗ്നറ്റിക് ആണ്. ഇനി O2 2+ ആണെങ്കിലോ, അപ്പോൾ 2 ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 16 - 2 ആണ് വരിക. അപ്പോൾ 14 ഇലക്ട്രോൺസ് ആണുള്ളത്. 14 ഇലക്ട്രോൺ ആകുമ്പം ഇതിന് ഈ 2 ഇലക്ട്രോൺ അങ്ങോട്ട് കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ അവസാനിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, π2px2 π2py2 അല്ലേ. ദെൻ ബോണ്ട് ഓർഡർ ½ × ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണ്? 2, 4, 6, 8, 10. അപ്പോൾ 10 ആൻറ്റി ബോണ്ടിങ്ങിൽ 2 + 2 4, അപ്പോൾ 10 - 4 6, ½ × 6 3. ഇതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0 ആണ്, അതായത് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി O2- ആണെങ്കിലോ, O2- നെഗറ്റീവ് ചാർജ് എപ്പോഴാണ് വരിക? വെൻ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ O2- എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 17, കാരണം 16 + 1 17 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ത് വരും?
നമുക്ക് ഈ ഒരു O2ൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. പിന്നെ ഒന്നല്ലേ കൂടുതലുള്ളൂ. അപ്പോൾ നമ്മൾ സിംഗ്ലി ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്ത ശേഷം ഒരു ഇലക്ട്രോണും കൂടി അല്ലേ ബാക്കി ഉണ്ടാവുക 17 ആകുമ്പം. അപ്പോൾ അത് നമ്മൾ π*2p(x)ൽ കൊടുക്കും. അപ്പോൾ ഇവിടെ കോൺഫിഗറേഷൻ ഉണ്ടായി മാറി π*2p(x2) π*2p(y1). ഇനി അതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺസ് 10 തന്നെയാണ് വരിക. ആൻറ്റി ബോണ്ടിങ്ങിൽ ഒന്ന് കൂടിയില്ലേ ഇവിടത്തേനേക്കാളും. അപ്പോൾ 10 - 7 ഹാഫ് ഇൻറ്റു 3 1.5. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1 ആണുള്ളത് അല്ലേ. അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1 π*2p(y1). അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആണ്. ഇനി O2 2- എന്ന് പറയുമ്പം 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16നോട് 2 ഇലക്ട്രോൺ കൂട്ടുക. അപ്പോൾ എത്രയാണ് 18 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷനിൽ എന്ത് വരും, 2 ഇലക്ട്രോൺസ് കൂടുമ്പം ഈ π*2p(x1) π*2p(y1) എന്നുള്ളത് π*2p(x2) π*2p(y2) ആയി. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോണ്ടിങ് ഇലക്ട്രോൺസ് 10 തന്നെ, ആൻറ്റി ബോണ്ടിങ് 8 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 - 8 ഹാഫ് ഇൻറ്റു 2 അതായത് 1 കിട്ടി. ബോണ്ട് ഓർഡർ 1 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0, അതായത് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ബോണ്ട് ഓർഡർ O2 O2+, O2 2+, O2-, O2 2- ഇതിൻ്റെയൊക്കെ ബോണ്ട് ഓർഡർ കിട്ടി അല്ലേ. അപ്പോൾ ഇതിന്ന് ബോണ്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ ആ ഒരു ഓർഡർ കിട്ടും അല്ലേ, അറേഞ്ച് ചെയ്യാൻ പറ്റും. ദി ഡയോക്സിജൻ സ്പീഷീസ് അണ്ടർ കൺസിഡറേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിങ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതിയാൽ നോക്കിയേ, ബോണ്ട് ഓർഡർ ആർക്ക് ഏറ്റവും കൂടുതൽ, O2 2+-നാണ് 3 ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ O2+-ന്, പിന്നെ വരുന്നത് O2, പിന്നെ ആർക്കാണ് O2 2-, ദെൻ O2 2-. അപ്പോൾ ഓർഡർ എത്രയാണ്, O2 2+, ഗ്രേറ്റർ ദാൻ O2+, ഗ്രേറ്റർ ദാൻ O2, ഗ്രേറ്റർ ദാൻ O2-, ഗ്രേറ്റർ ദാൻ O2 2-. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ഓർഡർ കൂടിയതിനായിരിക്കും ബോണ്ട് സ്ട്രെങ്ത് കൂടുതൽ അല്ലേ. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ഓർഡർ എഴുതുകയാണെങ്കിൽ ദ ഗ്രേറ്റർ ദി ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ഈസ് ദി ബോണ്ട് ഡിസോസിയേഷൻ എനർജി അല്ലേ. കാരണം എന്താ, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് കൂടുതൽ സ്ട്രെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും കൂടുതലായിരിക്കും. സോ ദി എബവ് സ്പീഷീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ദി ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓർ ബോണ്ട് സ്ട്രെങ്ത്. O2 2+, ഈ സെയിം ഓർഡർ തന്നെ, O2 2+, ഗ്രേറ്റർ ദാൻ O2+, ഗ്രേറ്റർ ദാൻ O2, ഗ്രേറ്റർ ദാൻ O2-, ഗ്രേറ്റർ ദാൻ O2 2-. Then the greater the bond order, the smaller is the bond length. ബോണ്ട് ഓർഡർ കൂടുമ്പം ഗ്രേറ്റർ ദി ബോണ്ട് ഓർഡർ കൂടുമ്പോൾ നമുക്കറിയാം ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുക. സോ ദി എബവ് സ്പീഷീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ലെങ്ത് ആസ് ഫോളോസ്. അതായത് ഇതിൽ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ, ഇത് ബോണ്ട് ഓർഡറിൻ്റെ ഇതാണ്, ബോണ്ട് ഓർഡറിൻ്റെ ആ ഒരു ഡിക്രീസിങ് ഓർഡറാണ്. അപ്പോൾ ഇതിൽ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയാണ് ചെയ്യുക. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടിയതിനായിരിക്കും കുറവ് ബോണ്ട് ലെങ്ത്. അപ്പോൾ റിവേഴ്സ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ O2 2+-ന് ഏറ്റവും കുറവ് ബോണ്ട് ലെങ്ത്, കാരണം അത് 3 ആണ് അതിൻ്റെ ബോണ്ട് ഓർഡർ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിനാണ് ഏറ്റവും കുറവ് ലെങ്ത് ഉള്ളത്. O2 2+ ലെസ് ദാൻ O2+, ലെസ് ദാൻ O2, ലെസ് ദാൻ O2-, ലെസ് ദാൻ O2 2-. അപ്പോൾ ഇവിടെ ഈ സ്പീഷീസിലെല്ലാം നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ്, ബോണ്ട് സ്ട്രെങ്ത്തും ബോണ്ട് എനർജിയും കൂടി വരികയാണ്. O2 2-ന് ഏറ്റവും കുറവ്, പിന്നെ O2-ന്, O2-ന്, പിന്നെ O2+-ന്. O2 2+-നാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത്തും ബോണ്ട് എനർജിയും വരുന്നത്. ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ തിരിച്ചാണ് വരുന്നത്. ബോണ്ട് സ്ട്രെങ്ത്ത് കൂടിയതിന് ബോണ്ട് ലെങ്ത്ത് കുറവ്, കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് നമുക്കറിയാം. അപ്പോൾ O2 2+-ന്, പിന്നെ O2+, പിന്നെ O2, O2-, O2 2-, ഇങ്ങനെയാണ് ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെയും ബോണ്ട് എനർജിയുടെയും ഓപ്പോസിറ്റ് ഓർഡറാണ് ബോണ്ട് ലെങ്ത്തിനുള്ളത്. O2 2+ ആൻഡ് O2 2- ഡു നോട്ട് കണ്ടെയ്ൻ എനി അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലേ. അതിൽ രണ്ടിനും അല്ലേ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തത്, O2 2+-നും O2 2-നും. അപ്പോൾ അത് രണ്ടും ഡയാമാഗ്നറ്റിക്, ബാക്കിയെല്ലാം എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ അയോൺസിൻ്റെ കേസിൽ MO കോൺഫിഗറേഷൻ എഴുതുന്നത്. അതിൻ്റെ ആ ഒരു ചാർജ് എത്രയാണോ അതിനനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്തിട്ട് MO കോൺഫിഗറേഷൻ എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് O2 2+ നമ്മൾ എടുത്തിട്ടുള്ള സ്പീഷീസിൻ്റെ ബോണ്ട് ലെങ്ത്തും ബോണ്ട് എനർജിയും മാഗ്നറ്റിക് ബിഹേവിയറും ആണ് ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബോണ്ട് ലെങ്ത്ത് കണ്ടില്ലേ, ബോണ്ട് ലെങ്ത്ത് കൂടി വരികയാണ്.
ബോണ്ട് എനർജി ആണെങ്കിലോ കുറഞ്ഞു വരികയാണ്. The MO configurations of several diatomic molecular species are given in the table. It may be mentioned that while writing MO configuration, the sigma 1s2, sigma star 1s2 portion is often denoted as KK. അതായത് എല്ലാത്തിനും കോമൺ ആയിട്ട് ഉള്ളതായതുകൊണ്ട് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2 എന്നുള്ളത് KK എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എഴുതും. എല്ലാത്തിനും വരുന്ന അങ്ങനെയുള്ളതിന് KK എന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ബാക്കി അങ്ങനെ എഴുതാറുണ്ട്. അങ്ങനെ എഴുതുന്ന ഒരു രീതി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിതുവരെ നോക്കിയിട്ടുള്ള കുറേ അയോൺസിൻ്റെയും മോളിക്കുലർ അയോൺസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ കുറേ എണ്ണം എഴുതിയല്ലോ. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇപ്പോൾ H2+ ആണെങ്കിൽ H2 ആണെങ്കിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. H2+ ആകുമ്പം 1 ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ സിഗ്മ 1s1 ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. 1/2 × 1 - 0 1/2. സ്ലൈറ്റ്ലി സ്റ്റേബിൾ ആണ്. പിന്നെ പാരാമാഗ്നറ്റിക് ആണ്. ദെൻ H2 ആകുമ്പോൾ 2 സിഗ്മ 1s2 ആണ് വരിക. 1/2 × 2 - 0 1 ആണ് ബോണ്ട് ഓർഡർ. ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് ഡയാമാഗ്നറ്റിക്. ദെൻ He2+. He2+ എന്ന് പറയുമ്പോൾ He2ന് 4 ഇലക്ട്രോൺസ് ആണ്. He2+ ആകുമ്പോൾ എത്രയാണ്? 3 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2. ദെൻ 1/2 × 2 - 1 1/2 ആണ്. അപ്പോൾ സ്ലൈറ്റ്ലി സ്റ്റേബിൾ ആണ്. പിന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ പാരാമാഗ്നറ്റിക് ആണ്. He2 ആണെന്നുണ്ടെങ്കിൽ 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2. അപ്പോൾ ഇവിടെ 1/2 × 2 - 2 0 ആണ്. 0 ആകുമ്പോൾ നമുക്കറിയാം അൺസ്റ്റേബിൾ ആണ്, നോൺ എക്സിസ്റ്റൻ്റ് ആണ്, അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ മാഗ്നറ്റിസം പറയാത്തത്. ദെൻ Li2 ആകുമ്പോൾ 6 ഇലക്ട്രോൺസ് ആണ്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2. അപ്പോൾ 1/2 × 4 - 2 ആണ് വരിക. 1 സ്റ്റേബിൾ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Be2, B2, C2, N2, O2 ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നോക്കുക. അതുപോലെ ഇപ്പോൾ പറഞ്ഞ സ്പീഷീസുകൾ O2+, O2-, O2, 2-, F2, പിന്നെ Ne2 പറഞ്ഞിട്ടില്ല നമ്മൾ. Ne2ൻ്റെത് ഒരു നിയോണിന് എന്താണ് 10 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ Ne2 ആകുമ്പോൾ ടോട്ടൽ 20 ഇലക്ട്രോൺസ് ആയി. 20 ഇലക്ട്രോൺസ് വരുമ്പോൾ സിഗ്മ സ്റ്റാർ 2p 1 വരെ, സിഗ്മ സ്റ്റാർ 2p Z2 വരെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ 1/2 × 10 - 10 വരിക. അപ്പോൾ 0 വരും. അങ്ങനെ ബോണ്ടിങ് ഇലക്ട്രോൺസ് നോക്കിയാൽ സിഗ്മ 1s2 2, പിന്നെ ഇതിൽ സിഗ്മ 2s2ൽ 2, അപ്പോൾ 4, 6ഉം 4ഉം 10 ആണ് വരിക. ആൻറ്റി ബോണ്ടിങ് നോക്കുമ്പോൾ 2 + 2 4ഉം 2 + 2 8, അപ്പോൾ 8 - 8ഉം 2ഉം 10. അപ്പോൾ 10 - 10 ആണ്. അപ്പോൾ 0 ആണ്, അൺസ്റ്റേബിൾ ആൻഡ് നോൺ എക്സിസ്റ്റൻ്റ് ആണ്. Ne2 He2 പോലെ തന്നെ അതൊരു നോബിൾ ഗ്യാസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു Ne2 എന്നുള്ള ഡയറ്റോമിക് മോളിക്യൂളായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി CO നമ്മൾ ഓൾറെഡി പറഞ്ഞു, NO പറഞ്ഞു. NO+ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? NOൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 15 ആണ്. അപ്പോൾ NO+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്താണ്. അപ്പം അവിടെ 14 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ 14ൻ്റെ MO കോൺഫിഗറേഷൻ എഴുതാം. അപ്പോൾ എന്താ ഇതെന്നുള്ള വ്യത്യാസം? അവിടെ ഈ ഒരു π* 2px1ലുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടാവില്ല. അപ്പോൾ π2p x2, π2p y2 വരെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ വരിക ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുള്ളത് 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10 വരും. ആൻറ്റി ബോണ്ടിങ്ങിൽ 4 വരും. അപ്പോൾ 10 - 4, അപ്പോൾ 1/2 × 6 3 ആണ്. അപ്പോൾ സ്റ്റേബിൾ ആണ്. പിന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പം മൊത്തത്തിലൊന്ന് പഠിച്ച എല്ലാത്തിൻ്റെയും MO കോൺഫിഗറേഷൻ ഈ ഒരു ടേബിളായിട്ട് തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ MO കോൺഫിഗറേഷൻ ഇത്രയും എണ്ണത്തിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാത്തിൻ്റെയും MO കോൺഫിഗറേഷൻ എഴുതാനും ഇനിയിപ്പം NO+, NO2+ അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ മോളിക്കുലർ അയോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതാനും MO കോൺഫിഗറേഷൻ എഴുതാനും MO ഡയഗ്രാംസ് വരയ്ക്കാനും മസ്റ്റായിട്ടും പഠിക്കുക. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. essay ആയിട്ടൊക്കെ ചോദിക്കും. ഇപ്പം മോളിക്കുലർ അയോൺസിൻ്റെത് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറയും. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ ഈ O2+, O2+, O2, O2-, O2, 2+, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും MO കോൺഫിഗറേഷൻ എഴുതാനും മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടെത്താനും എന്നിട്ട് അതിൻ്റെ കമ്പാരിസൺ, ബോണ്ട് ഓർഡർ കൂടുന്നത്, ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ലെങ്ത്, ഇതിൻ്റെ കമ്പാരിസൺ ഒക്കെ essay ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.